എല്ലാവർക്കും ശിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ദേ ഇന്നുണ്ടല്ലോ നല്ല ആവോലി വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഈ ഒരു മീൻകറിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ആവോലി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മീൻകറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചിക്കൊരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി മീൻകറിയാണ്. പിന്നെ നമ്മളിത് നാളികേരപ്പാലിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അത് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീൻകറി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതേ ഇതിലേക്ക് നമ്മൾ ആവോലിയൊക്കെ നല്ല കഷ്ണമാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ദേ നമുക്കൊരു തക്കാളി വേണം. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി. പിന്നെ ഇഞ്ചി അത് ദേ ഇത്രയും വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ 2 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ എന്നുള്ള കണക്കിലാണ് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുള്ളി ഉണ്ട്, കറിവേപ്പില, അതുപോലെ തന്നെ ദേ കൊടംപുളി ഒരു 3-4-5 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരം. അപ്പോൾ ഇതൊരു അരമുറി നാളികേരം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ദേ ഈ ഒരു ചട്ടിയിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ ഇത്രയും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരിട്ട്. അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ ഇത് ഫുള്ളായിട്ടൊന്നും എടുക്കുന്നില്ല, നമുക്കൊരു ടീസ്പൂൺ എന്നുള്ള കണക്കിലെടുത്താൽ മതി. അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇനി അതിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് സാധാരണ മീൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ആക്കില്ലേ അതേപോലെ അതും കൂടി ചേർത്ത് മീനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു മീനൊക്കെ ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് വളരെ ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ദേ ഇതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്കിതേ എല്ലാതും ഫ്രൈ ചെയ്തിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്നൊന്ന് മറന്നുപോയി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ചെറുള്ളി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ഇതും കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവും. അങ്ങനെ ഈ ഒരു പരുവത്തിൽ ആവുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. അങ്ങനെ ഈ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഭയങ്കരമായിട്ടൊന്നും വഴറ്റിയെടുക്കണ്ട, ആ തക്കാളി ജസ്റ്റ് ഒന്ന് ഉടച്ച് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കറിവേപ്പിലൊക്കെ നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ 2-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പാണ് കേട്ടോ 2-ാം പാല് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒന്ന് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉണ്ടല്ലോ നമുക്ക് കൊടംപുളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു തിള വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഓരോ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വറ്റി വരുന്നത് കണ്ട. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ജസ്റ്റ് ഒന്ന് വറ്റി അത് നന്നായിട്ടൊന്ന് കറി ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരു അര കപ്പ് ഒന്നാം പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, അതായത് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതിനെ ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറി നന്നായിട്ട് കുറുകി നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഇടിയപ്പം, ചപ്പാത്തി ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.